ലീഗും പിണറായിയും തമ്മിലൊക്കെയുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത് ഈ മുന്നണി രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ആ ബന്ധം ഇൻടാക്റ്റായി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും കേരളത്തിനറിയാം. ഇപ്പോൾ പാവം വെള്ളാപ്പള്ളി നടേശൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ലീഗിനിട്ട് രണ്ടടി കൊടുത്തതാണ്. അതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല. കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വരുന്നു. ആ എഡിറ്റോറിയലകത്തെ കണ്ടന്റ് ചർച്ചയാകുന്നു. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ വെള്ളാപ്പള്ളിയെ ഒന്ന് അനുനയിപ്പിക്കാൻ കഴിയും എന്നതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തെറ്റിപ്പോയി. ലീഗിനെ പഴി പറഞ്ഞതുകൊണ്ട് നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ, മുസ്ലിം പ്രീണനം അടക്കമുള്ള കാര്യങ്ങളൊന്നും വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിൽ നിന്ന് പോയാലും LDF-ൽ നിന്ന് അകന്ന, CPIM-ൽ നിന്ന് അകന്ന ഈഴവ സമുദായം അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വിശ്വാസം തോന്നണം. അതിന് ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗിന്റെ കുറ്റം കാരണമാണ് തോറ്റത് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൂട്ടുകെട്ടിനെ പഴിക്കുമ്പോൾ താൻ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നതുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കേണ്ടതുണ്ട്.